നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല. കാടിന്റെ വന്യതയും പുഴയുടെ കുളിർമയും ഒത്തുചേരുന്ന ഒരിടം തേടിയുള്ള യാത്ര ചെന്നവസാനിക്കുന്നത് പത്തനംതിട്ടയിലെ അടവി ഇക്കോ ടൂറിസത്തിലാണ്. വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലുപരി പ്രകൃതിയുമായി അലിഞ്ഞുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അനുഭവമാണ്. അടവിയിലെത്തുന്നത് തന്നെ ആ വിഖ്യാതമായ കുട്ടവഞ്ചി സവാരി, കൊറക്കൽ റൈഡ് ആസ്വദിക്കാനാണ്. മുളകൊണ്ടും കട്ടികൂടിയ പ്ലാസ്റ്റിക് ആവരണങ്ങൾ കൊണ്ടും നിർമ്മിച്ച ഈ വട്ടവഞ്ചികൾ കല്ലാർ നദിയുടെ ഓളപ്പരപ്പിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ ലഭിക്കുന്ന അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. ഹോഗനക്കലിലെ കുട്ടവഞ്ചി സവാരിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ പരിശീലനം സിദ്ധിച്ച തുഴച്ചിൽക്കാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പുഴയിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വഞ്ചി മെല്ലെ നീങ്ങുമ്പോൾ തുഴച്ചിൽക്കാരൻ വഞ്ചി ഒന്ന് വട്ടം കറക്കും. ആ നിമിഷം പുഴയും കാടും ആകാശവും നമുക്ക് ചുറ്റും കറങ്ങുന്നതായി തോന്നും. ഏകദേശം 30 മിനിറ്റ് നീളുന്ന ചെറിയ യാത്രയും ഷോർട്ട് റൈഡ് കിലോമീറ്ററുകളോളം നീളുന്ന വലിയ യാത്രയും ഇവിടെ ലഭ്യമാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്ന അത്ഭുതമാണ് ബാംബോ ഹട്ടുകൾ. മരങ്ങൾക്ക് മുകളിലും നദീതീരത്തുമായി മുളകൾ കൊണ്ട് നിർമ്മിച്ച ഈ കുടിലുകളിൽ ഒരു രാത്രി കഴിയുക എന്നത് ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. രാത്രിയിൽ കാടിന്റെ നിശബ്ദതയും പുഴയുടെ സംഗീതവും ആസ്വദിച്ചുറങ്ങാം. രാവിലെ ഉണരുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് പക്ഷികളുടെ ചിലക്കലുകളും കാടിന്റെ ശുദ്ധവായുവുമായിരിക്കും. അടവി സന്ദർശനത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന പ്രത്യേക വനംവകുപ്പ് ടൂറുകളാണ്. കോന്നിയിൽ നിന്നും അടവിയിൽ നിന്നും പുറപ്പെടുന്ന വനംവകുപ്പിന്റെ ബസ്സുകളിൽ ഗവിയിലേക്ക് യാത്ര പോകാൻ സാധിക്കും. അവിടുത്തെ ഡാമുകളും മഞ്ഞുപുതച്ച മലനിരകളും കാണാൻ ഈ യാത്ര ഏറെ സഹായിക്കും. കൂടാതെ വന്യമൃഗങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരവും ഈ വനയാത്രയിൽ ചിലപ്പോൾ ലഭിച്ചേക്കാം. അടവിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് കോന്നി ആനത്താവളം. രാവിലെ ആനക്കൂട് കണ്ട് ഉച്ചയോടെ അടവിയിലെത്തി കുട്ടവഞ്ചി സവാരി ആസ്വദിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. മഴക്കാലത്ത് പുഴയിൽ വെള്ളം കൂടുമ്പോൾ കൂടുതൽ ഭംഗിയാണെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ചിലപ്പോൾ കുട്ടവഞ്ചി സവാരി നിർത്തിവെക്കാറുണ്ട്. അതിനാൽ പോകുന്നതിന് മുൻപ് കാലാവസ്ഥ പരിശോധിക്കുന്നത് നന്നായിരിക്കും. അടവി ഒരു പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാണ്. പ്രകൃതിയെ നോവിക്കാതെ ആസ്വദിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ അടുത്ത വീക്കെൻഡ് ട്രിപ്പ് പ്ലാനിൽ കോന്നിയും അടവിയും ഉറപ്പായും ഉൾപ്പെടുത്തുക. പച്ചപ്പിന്റെ ആ വന്യത നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല.